SSSന്റെ സ്കോളർഷിപ്പ് നേടാനായി ഒരുങ്ങി ഇറങ്ങിയിട്ടുള്ള എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ചോദ്യമായിട്ടാണ് സാർ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് കിടിലൻ ചോദ്യം എന്ന് പറയാൻ കാരണം എനിക്കറിയാം ഇതിലുള്ള ബഹുഭൂരിഭാഗം കുട്ടികളും ഈ ഒരു ഏരിയ തന്നെ ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല. പക്ഷേ NMS ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് മക്കളെ. മറ്റൊന്നുമല്ല, ഏരിയ ഏതാണെന്ന് ചോദിക്കാം. നോക്കണേ, വിച്ച് ഈസ് ദ അൺഹൈഡ്രേറ്റ് ഓഫ് HNO3. എന്താണ് HNO3യുടെ അൺഹൈഡ്രേറ്റ് ഏതാണ് താഴെയുള്ളതിൽ? മക്കൾ കേട്ടിട്ടുണ്ടോ? അൺഹൈഡ്രേറ്റ് എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടോ? അൺഹൈഡ്രേറ്റ് എന്താന്ന് കേട്ടിട്ടുണ്ടോ? സാർ ആദ്യം അതൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. പക്ഷെ ഇത് നമ്മൾ കേൾക്കാത്തത് കൊണ്ടും പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടും നമ്മളത് ഒഴിച്ചിടാൻ ചാൻസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ മക്കളെ, എന്താണ് അൺഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്? എന്താ അൺഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്? എന്താ മക്കളെ, ഇത്രയുള്ളടാ. ഒരു ആസിഡിന്റെ അൺഹൈഡ്രേറ്റ് ആണ് ചോദിച്ചതെങ്കിൽ ആ ആസിഡിൽ നിന്നും മൈനസ് വാട്ടർ, ഓക്കെ, അതിൽ നിന്നും വെള്ളം മൈനസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇത്ര പഠിച്ചാൽ മതി. എക്സാമ്പിൾ കണ്ടോ മക്കളെ. നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് H2SO4 എന്ന് പറയുന്ന ആസിഡിന്റെ, ഈ ആസിഡിന്റെ, നമ്മൾ ഈ ഭാഗത്തെ ആസിഡ് എഴുതാം, ആസിഡിന്റെ അൺഹൈഡ്രേറ്റ് ആണ് ചോദിച്ചതെങ്കിൽ മക്കളെ, H2SO4 എന്ന് പറയുന്നതിന്റെ അൺഹൈഡ്രേറ്റ് ആണ് മക്കൾ ചോദിച്ചതെങ്കിൽ ഈ H2SO4ൽ നിന്നും വാട്ടർ ഒഴിവാക്കുക. വാട്ടർ പറഞ്ഞാൽ H2O അല്ലേ? അപ്പൊ 2 ഹൈഡ്രജനും ഒരു ഓക്സിജനാണ് H2O എന്ന് പറഞ്ഞാൽ. അപ്പൊ 2 ഹൈഡ്രജനും ഇവിടുന്ന് ഒരു ഓക്സിജൻ ഒഴിവാക്കുക. ബാക്കി എന്താ ഉണ്ടാവുക? ഒരു എസും 3 ഓയും അല്ലേ ഉണ്ടാവുള്ളൂ. കാരണം 2 Hഉം ഒരു ഓയും പോയാൽ പിന്നെ SO3. അപ്പൊ H2SO4 സൾഫ്യൂരിക് ആസിഡിന്റെ അൺഹൈഡ്രേറ്റ് ഏതാ? SO3. കണ്ടോ? ഓക്കെ, ഇനി മക്കളെ നിങ്ങൾ അടുത്തത് കാർബോണിക് ആസിഡ് ആണ്. H2CO3 ആണ് മക്കളെ. H2CO3യുടെ അൺഹൈഡ്രേറ്റ് ഏതാ മക്കളെ? വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. H2O റിമൂവ് ചെയ്യും, ഇവിടുന്ന് H2ഉം ഒരു ഓയും അല്ലേ നമ്മൾക്ക് H2O റിമൂവ് ചെയ്യാൻ വേണ്ടത്. അൺഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഒഴിവാക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇതിൽ ബാക്കി എന്താ ഉണ്ടാവുക? CO2 അല്ലേ ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ച ചോദ്യം എന്താ? ഇവിടെ ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് HNO3യുടെ അൺഹൈഡ്രേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. HNO3യുടെ അൺഹൈഡ്രേറ്റ് ചോദിക്കുമ്പോൾ HNO3 നമ്മൾ വാട്ടർ മൈനസ് ചെയ്യാൻ കഴിയോ? കാരണം 2 H ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ? 2 H അല്ലേ നമ്മൾ ഉണ്ടാക്കണടാ. അതുകൊണ്ട് ഒരു HNO3 കൂടി എടുത്താൽ പോരെ? ഒരു HNO3 കൂടി എടുത്ത്, നേരത്തെ കേസിൽ ഇവിടുന്നൊക്കെ വാട്ടർ മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ടായിരുന്നു? നമ്മളുടെ പിന്നെ H2ഉം ഓയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഓക്സിജൻ ഉണ്ട്, പക്ഷേ 2 ഹൈഡ്രജൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ 2 എണ്ണം എടുക്കുക, അപ്പൊ 2 ഹൈഡ്രജൻ കിട്ടുമല്ലോ. അങ്ങനെ ആകുമ്പോൾ മക്കളെ, ഈ 2 എണ്ണത്തിൽ കൂടി 2 ഹൈഡ്രജനും ഇവിടെ നിന്നും ഒരു ഓക്സിജൻ മതി കേട്ടോ, ഒരു ഓക്സിജൻ മതി. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും എടുത്തു കഴിഞ്ഞാൽ ഇത് HNO3യിൽ മാത്രം ഇത് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പം 2 എണ്ണത്തിൽ നിന്നും കൂടി വാട്ടർ റിമൂവ് ആയി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മക്കളെ, 2 ഹൈഡ്രജൻ പോയി, പിന്നെന്താ ഉണ്ടാവുന്നത്? ഇവിടുന്ന് ഒരു ഓക്സിജൻ പോയി. മൊത്തത്തിൽ എത്ര ഓക്സിജൻ ഉണ്ടായിരുന്നു? 3 × 6. അതിൽ നിന്ന് 1 പോയാൽ 5 ഓക്സിജൻ ആണ് ഇനി ഉണ്ടാവുക. പിന്നെ ഇവിടെ 2 നൈട്രജനും ബാക്കിയുണ്ട്. അപ്പൊ എന്താണ് ഇവിടുത്തെ അൺഹൈഡ്രേറ്റ്? N2O5. കണ്ടോ? ഇത് പഠിച്ച കുട്ടിക്കല്ലേ കിട്ടൂ. സംഭവം സിമ്പിൾ ആണ്, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പക്ഷെ അത് നോക്കിയില്ലേ ഇത് മനസ്സിലാവോ? കിട്ടുമോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഇവിടെ നോക്കിക്കേ, വിച്ച് ഈസ് ദ അൺഹൈഡ്രേറ്റ് ഓഫ് HNO3. കണ്ടോ? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും N2O5. ഇത് ചോദിച്ച ചോദ്യമാണ് കേട്ടോ, സാർ ഉണ്ടാക്കിയ ചോദ്യമല്ല. NMS എക്സാമിന് ചോദിച്ച ചോദ്യമാണത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാറ് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളോട് പറയാണ്, HCl എന്ന് പറയുന്ന ഇവന്റെ അൺഹൈഡ്രേറ്റ് ഏതാ? HClന് അൺഹൈഡ്രേറ്റ് ഇല്ല, നോ അൺഹൈഡ്രേറ്റ്. എന്താ കാരണം? HCl എന്ന് പറഞ്ഞ ആസിഡിൽ ഓക്സിജൻ ഇല്ല. അപ്പോൾ ഓക്സിജനും ഹൈഡ്രജനും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അൺഹൈഡ്രേറ്റ് ഫോം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്സിജനും ഹൈഡ്രജനും ഇല്ലാത്തൊരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതിന് നമുക്ക് അൺഹൈഡ്രേറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അപ്പം മക്കൾക്ക് ഇങ്ങനൊരു ചോദ്യം പ്രതീക്ഷിച്ചൂടെ? താഴെയുള്ളതിൽ അൺഹൈഡ്രേറ്റ് ഫോം ചെയ്യാത്ത ആസിഡ് ഏതാ? HNO3, H2SO4, അതേപോലെ തന്നെ H2CO3, HCl. അപ്പൊ HCl നിങ്ങൾക്ക് നോട്ട് ചെയ്യാലോ. ഓക്കെ, റെഡി? എങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ സാറ് പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സാർ ഒരു ആസിഡിന്റെ ഫോർമുല തരാം. H2PO4 ആണ്. ഈ H2PO4 ആണ് ആസിഡ്. അങ്ങനെയാണെങ്കിൽ ഈ H2PO4ന്റെ അൺഹൈഡ്രേറ്റ് ഏതാണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയേ.
എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ എഴുതിയേ. ഈ ചോദ്യം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ആൻസറിനോടൊപ്പം ഒരു ബ്ലൂ ഹാർട്ടും, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ആൻസറിനോടൊപ്പം നിങ്ങൾ ഒരു റെഡ് ഹാർട്ടും നിങ്ങൾ ഇട്ട് കഴിഞ്ഞ് സാറിന് മനസ്സിലാവും എത്രത്തോളം കുട്ടികൾ ഇത് ആദ്യമായി കാണുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാവും. എനിവേ മക്കളെ, നിങ്ങളോടൊപ്പം സൈലം ഉണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ബ്രഹ്മോസ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് സാർ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ബ്രഹ്മോസ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഒരു പ്രയാസമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സൈലം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ അതോടൊപ്പം തന്നെ നമ്മുടെ യോധ ബാച്ചിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, എനിവേ മക്കൾക്ക് എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.